നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം രുദ്രാക്ഷത്തിന് സമാനമായ ഭദ്രാക്ഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇലോകാർപ്പേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇലോകാർപ്പസ് ട്യൂബർക്കുലേറ്റസ് എന്നതാണ്. സംസ്കൃതത്തിൽ കൃഷ്ണമോക്ഷക എന്നീ പേരിൽ അറിയപ്പെടുന്ന ഇതിനെ അമ്മക്കാരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 40 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വൻ വൃക്ഷമാണ് ഈ ചെടി. കൂടുതലായും ഇന്തോ മലേഷ്യൻ ജൈവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഇവ പശ്ചിമഘട്ടത്തിലും കാണപ്പെടാറുണ്ട്. ഇവയുടെ കായ രുദ്രാക്ഷത്തിന് വളരെ സമാനമുള്ളതാണ്. എങ്കിലും രുദ്രാക്ഷത്തിൻ്റെ കായ ഉരുണ്ടതായിരിക്കും. ഇവയുടെ കായകൾ കുറച്ച് പരന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ മരപ്പട്ട ചാരനിറത്തിലായിരിക്കും കാണപ്പെടുക. കാഴ്ചയ്ക്ക് തല്ലിമരവുമായി സാമ്യമുള്ള ഇവയുടെ ഫലം ഔഷധ ഗുണമുള്ളവയാണ്. ഇവ രുദ്രാക്ഷത്തിന് പകരമായി ഉപയോഗിക്കാറുണ്ട്. ധാരാളം ശാഖോപശാഖകളുള്ള ഇവയുടെ ഇലകൾ ലഘുവായിരിക്കും. ഇവ ഒന്നിടവിട്ടാണ് കാണപ്പെടുന്നത്. ഇലയുടെ അഗ്രഭാഗം വൃത്താകൃതിയിലായിരിക്കും. ഇലയ്ക്ക് മൊത്തമായി ദീർഘവൃത്താകൃതിയാണ് ഉണ്ടാവുന്നത്. ഇലത്തണ്ടിന് ഏകദേശം 2 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നീളവും മൊത്തമായിട്ടുള്ള ഇലകൾക്ക് ഏകദേശം 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും. ഇലകൾ ശാഖാഗ്രത്തിൽ കൂട്ടം കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ശാഖാഗ്രത്തിൽ കൂട്ടം കൂട്ടമായിട്ടാണ് പൂക്കളും ഉണ്ടായിരിക്കുക. പൂക്കൾക്ക് വെള്ള നിറമാണ് ഉണ്ടായിരിക്കുക. ഇവയുടെ ഫലം ഗോളാകൃതിയിൽ ഏകദേശം 5 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നു. ഇവയിൽ ടാനിൻ എന്ന രാസഘടകം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇല പൊടിച്ച് ധൂപനത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേരും ഇലയും ചതച്ച് നീരിൽ പുരട്ടാനും ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കും. ഭദ്രാക്ഷം എന്നത് രുദ്രാക്ഷത്തിൻ്റെ ഒരു ഫാമിലിയിൽ പെട്ടതാണ്. അപ്പോൾ പലപ്പോഴും ഇവിടെ ഈ രുദ്രാക്ഷത്തിന് പകരമൊക്കെ ഉപയോഗിക്കുന്നത് ഭദ്രാക്ഷത്തിന് വിലയും കുറവാണ്, കിട്ടാൻ എളുപ്പമാണ്. രുദ്രാക്ഷം കിട്ടാൻ ഹിമാലയത്തിൻ്റെ ആ ഭാഗത്ത് പോകണം. പക്ഷേ ഏകദേശം രുദ്രാക്ഷത്തിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ ഇത് ഈ ഭദ്രാക്ഷം പൊടിച്ച പൊടി ടാനിൽ ചേർത്ത് കഴിച്ചാൽ ഈ ബ്രെയിൻ സ്റ്റിമുലൻ്റാണ്. ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ശരീരം തലച്ചോറ് ക്ഷീണിച്ചുണ്ടാകുന്ന തലവേദനയ്ക്ക് തലച്ചോറിന് സ്റ്റിമുലേഷൻ കൊടുക്കാൻ ഇതിൻ്റെ പൊടി ദിവസേന കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ശരീരത്തിൽ ഈ പ്രാദേശികമായിട്ട് നീരിന് ഇത് അരച്ച് വെണ്ണയിൽ ചാലിച്ച് പരട്ടിക്കഴിഞ്ഞാൽ ആ വേദനയും നീരും കുറയും. പിന്നെ ഇത് ശരീരത്തിൽ ലേശം ചൂടിനെ കൊടുക്കും. അപ്പോൾ തണുപ്പുള്ള സമയത്ത് തണുപ്പ് അകറ്റാൻ ഇത് ലേശം അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ചൂട് അത് ക്രമീകരിക്കും. അങ്ങനെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഭദ്രാക്ഷം നല്ലതാണ്.